കേരള വിഷൻ വരിക്കാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ടെലിവിഷൻ ഓൺ ചെയ്യുമ്പോൾ റിമോട്ടിലെ വോളിയം ഒഴികെ ഏത് ബട്ടൺ അമർത്തിയാലും 24 നിങ്ങൾക്ക് മുന്നിലെത്തും. കോഴിക്കോട് താമരശ്ശേരി ചുരത്തിൽ കടുവ ഇറങ്ങിയതായി സംശയം. RRT ഇപ്പോൾ ചുരത്തിൽ പരിശോധന നടത്തുകയാണ്. വ്യൂ പോയിന്റിലെത്തിയവരെ ഒഴിപ്പിച്ചിട്ടുണ്ട്. രാഹുൽ സുരേഷ് വിവരങ്ങളുമായി ചേരുകയാണ്. രാഹുൽ, എന്താണ് ഇങ്ങനെയൊരു കടുവ ഇറങ്ങിയെന്നൊരു സംശയം രൂപപ്പെടാനുള്ള സാഹചര്യം? ആരെങ്കിലും കണ്ടിരുന്നോ? എന്താണ് അതുമായി ബന്ധപ്പെട്ട് ലഭ്യമാകുന്ന വിവരങ്ങൾ? ഈ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് വിശദാംശങ്ങൾ എന്താണ് രാഹുൽ? താമരശ്ശേരി ചുരത്തിലെ 8-9 വളവുകൾക്കിടയിൽ കടുവയെ കണ്ടുവന്ന ഒരു സംശയം വന്നിട്ടുണ്ട്. ഇത് യാത്രക്കാരാണ് ഫോറസ്റ്റിനെ വിവരം അറിയിച്ചിട്ടുള്ളത്. ബൈക്കിൽ യാത്ര ചെയ്യുന്നതിനിടെ കടുവ മുന്നിലേക്ക് എടുത്തു ചാടുകയും തുടർന്ന് നടന്ന് ഈ കാട്ടിലേക്ക് നീങ്ങിയെന്നുമാണ് യാത്രക്കാർ ഫോറസ്റ്റിനെ അറിയിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് താമരശ്ശേരി RRT സംഘം ഇപ്പോൾ താമരശ്ശേരി ചുരത്തിൽ പരിശോധന നടത്തുന്നത്. 8-9 വളവുകൾക്കിടയിൽ പരിശോധന നടത്തിയിരുന്നു. പക്ഷേ കടുവയെ കണ്ടെത്താൻ ആയിട്ടില്ല. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു മുൻകരുതൽ നടപടി എന്നോണമാണ് ഇപ്പോൾ വഴിയിലുള്ള യാത്രക്കാരെ ഒഴിപ്പിക്കുന്നത്. അതിന്റെ ആദ്യഘട്ടം എന്ന നിലയിലാണ് വ്യൂ പോയിന്റിൽ നിൽക്കുകയായിരുന്ന യാത്രക്കാരെ ഇപ്പോൾ ഒഴിപ്പിച്ചിട്ടുള്ളത്. രാത്രി സമയങ്ങളിൽ താമരശ്ശേരി ചുരത്തിലെ വഴിയോരങ്ങളിൽ പുറത്തിറങ്ങരുതെന്നാണ് വനം വകുപ്പും ഫോറസ്റ്റ് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്. കടുവയാണെന്ന സംശയത്തിന് കാരണം 10 മാസം മുമ്പേ ഇതേ പ്രദേശത്ത് കടുവ ഇറങ്ങുകയും അതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വരികയും ചെയ്തിരുന്നു. അതുകൊണ്ട് നേരത്തെയും കടുവ ഇറങ്ങിയ പ്രദേശമാണ് ഈ 8-9 വളവുകൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ സംശയം ബലപ്പെടുകയാണ്. എന്താണെങ്കിലും രാത്രിയിലും വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ പരിശോധന തുടരാൻ തന്നെയാണ് തീരുമാനം. ഈ ചുരത്തിലൂടെ യാത്ര ചെയ്യുന്ന ആളുകൾ ഇതിന്റെ ഒരു മുൻകരുതൽ നടപടി സ്വീകരിക്കണമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ചുരത്തിലെ ഒരു വളവുകളിലും ആളുകൾ പുറത്തിറങ്ങരുതെന്നാണ് വനം വകുപ്പും അതോടൊപ്പം തന്നെ പോലീസും പറയുന്നത്. ശ്രീജിത്ത്, ശരി. രാഹുൽ സുരേഷ് വിവരങ്ങൾ നൽകുകയായിരുന്നു കോഴിക്കോട്ട്.